ഇതാണ് നമ്മളെ മൂന്നാമത്തെ ആള്, നമ്മളെ രാജാവ്. ഓപ്പൻ എന്നോട് പറഞ്ഞത് ക്യാമറ ഓന് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ ബോട്ട് മറിച്ചിടുന്ന് പറയുന്നുണ്ട് എന്നോട്. ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലം ചിരോർ. ഇന്ന് ഞങ്ങളുള്ളത് മറൈൻ ഡ്രൈവ് ബോട്ട് ജെട്ടിയിലാണ്. ഞങ്ങളിവിടെ കാലത്ത് 11 മണിക്ക് എത്തി. ഇവിടെ ബോട്ട് രണ്ടായിട്ടുണ്ട്. 200 രൂപ കൊടുത്താൽ പിന്നെ നമുക്ക് യാത്ര, ഒരുപാട് ആളുകളാവുമ്പോൾ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് 2500 രൂപയ്ക്ക് ഒരു ബോട്ട് എടുത്തു വാടകയ്ക്ക് 1 മണിക്കൂർ. എൻ്റെ ഒപ്പമുള്ളത് കൊച്ചിയിലുള്ള നമ്മളെ സുഹൃത്ത് ഓഫീസാണ്. അപ്പോൾ അവൻ്റെ ഒരു സ്നേഹിതനാണ് ഈ ബോട്ട് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നത്. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. എന്നാൽ വെയിൽ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിലായതുകൊണ്ട് വലിയ ചൂടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിൽ കയറിയപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ബോട്ടാണ് നമ്മളത്. അപ്പോൾ ഒരു ബോട്ടിലൂടെ കയറിയിട്ട് മറ്റൊരു ബോട്ടിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ചെയ്തത്. പിന്നെ കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തൊക്കെ തലയൊക്കെ ടച്ചാവും. എൻ്റെ കുട്ടീൻ്റെ ചെരുപ്പ് താഴ്ത്തി പോയി അതിലിടയ്ക്ക്. എന്തായാലും ഞങ്ങൾ തലയൊക്കെ താഴ്ത്തി കുട്ടികളെ തല മുട്ടാതെ എന്തായാലും അതിൽ കയറി കൂടി. ഞങ്ങൾ ചെറിയ ഫാമിലി ഉള്ളൂ. വലിയ ഫാമിലി ആണെങ്കിൽ ലാഭമാണ് ഈ പരിപാടി. കാരണം എത്ര ആളുണ്ടെങ്കിലും അടിയിൽ ഇതുപോലെ സ്പേസ് ഉണ്ട്. എത്ര ആളാണെങ്കിലും 2500 രൂപ 1 മണിക്കൂറിന്. നമ്മൾ ബോൾഗാട്ടി പാലസിൻ്റെ മുന്നിലൂടെ പോയി പിന്നെ നമ്മൾ വെള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ അടുത്തിലൂടെ അങ്ങനെ കറങ്ങിയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരികയാണ് ചെയ്യുക. എന്തായാലും ഞങ്ങൾ ഒന്ന് കയറി. അപ്പോൾ ഞങ്ങൾ ബോട്ട് അവർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ പിന്നെ കാറ്റുണ്ട്. വെള്ളത്തിലൊക്കെ ഇറങ്ങിയോടുകൂടി കാറ്റ് വന്നതോടുകൂടി ചൂട് ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ ബോൾഗാട്ടി പാലസിൻ്റെ അടുത്തു കൂടെ പോവുള്ളൂ, അല്ലാതെ പാലസിലേക്ക് നമ്മൾ പ്രവേശിക്കണമൊന്നുമില്ല. അതിന് ഇനി പിന്നീട് ഒരിക്കൽ വരണം. അതിപ്പോൾ നമ്മൾ KTDCൻ്റെ നല്ല ടൂറിസ്റ്റ് പാലസാക്കി വെച്ചിട്ടുണ്ട് ഗംഭീരമായിട്ട്. അപ്പോൾ അത് ഒരുപാട് റൂമുകളുണ്ട്. അപ്പോൾ 2500 മുതൽ 8000 9000 ഒക്കെ വാടകയ്ക്ക് വൺ ഡേ കിട്ടണ അതിവിശാലമായ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ബോൾഗാട്ടി പാലസ്. ഈ ബോൾഗാട്ടി പാലസിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഒരു കോമഡി രൂപത്തിലാണ് അതിൻ്റെ ആ പേര് വന്നത് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇവർ ഗോൾഫ് കളിക്കുന്ന സമയത്ത് പന്ത് ആ കാട്ടിലേക്ക് പോയപ്പോൾ ബോള് കാട്ടിൽ പോയി എന്ന് പറഞ്ഞത് ബോൾഗാട്ടി ആയി എന്നാണ് പറയുന്നത്. ആ പേരിലൊരു കോമഡി. അപ്പോൾ ഡച്ചുകാരെ ഗവർണർ താമസിച്ചിരുന്ന വീടാണ് സത്യത്തിൽ ഇപ്പോഴത്തെ നമ്മളെ ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. അവരത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നൊരു കേന്ദ്രമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിപ്പോൾ ഒരു നല്ലൊരു നമ്മൾക്കൊക്കെ പോയിട്ട് കാണാവുന്നതും താമസിക്കാവുന്നതുമായൊരു നിലയിലൊരു റിസോർട്ട് മോഡൽ ആക്കി മാറ്റി. പിന്നെ കുട്ടികൾ ബോട്ടിൽ ഭയങ്കര എൻജോയ് ചെയ്യാം കേട്ടോ. അവർക്ക് വെള്ളം കണ്ടാൽ മതി, പക്ഷെ നീന്തൊക്കെ അറിയില്ല. വെള്ളം കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ്. പിന്നെ ചുറ്റുഭാഗം വെള്ളമാണ്. അതാണ് അതിനൊരു പ്രത്യേകത. ഒരു ദ്വീപായിട്ടാണത് അന്ന് ആ കാലം മുതൽ ഈ കാലം വരെ ഉള്ളത്. അതൊരു വെറൈറ്റിയാണ്. അങ്ങനത്തെ ഒരു റിസോർട്ടിൽ താമസിക്കുക എന്നതും കൂടി അത് നമുക്ക് ഉൾപ്പെടും. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് താമസിക്കാം.
ഇൻഷാ അല്ലാ നമുക്കും വേണം ഒരു പ്രാവശ്യം പോവാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് മറ്റൊരു സംഭവം ഉള്ളത്, ഈ ബോൾഗാട്ടി പാലസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കപ്പലിൽ കടലിലേക്ക് ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട്. അതൊക്കെ ഒരു സമയമാണ് വിഷയങ്ങൾ. അതിന് ആളാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോവാൻ പറ്റുള്ളൂ. ഇത് ബോൾഗാട്ടി പാലസിലേക്കുള്ള നമ്മളെ ബോട്ട് അടുപ്പിച്ചിട്ട് കയറാനുള്ള എൻട്രൻസ് ആണ് കാണുന്നത് റൈറ്റ് സൈഡിൽ. അപ്പോൾ ആ കപ്പലിൽ നമ്മൾ പോവുകയാണെങ്കിൽ അത് നമുക്ക് കടലിൽ സൂര്യാസ്തമയമൊക്കെ കാണുന്ന ആ ഒരു സമയത്തേക്കാണ് അവർ ആ യാത്ര സെറ്റ് ചെയ്യണത്. അത് നല്ലൊരു പരിപാടിയാണ്. അതിൽ ഞാൻ പോയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഒരു 1 hour കറക്കാണ് ഇപ്പം നടക്കുള്ളൂ. സമയത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ ഓരോ സാഹചര്യങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾക്കിപ്പോൾ അതവിടെ പോയിട്ട് എന്തായാലും ഉള്ളിൽ പോയിട്ട് കാണൂല. പക്ഷേ ഈ ബോട്ട് സർവീസിൽ നമുക്ക് കപ്പലിൻ്റെ അടുത്ത് കൂടി നമുക്ക് പോവാം. അതാണ് നമുക്കൊരു നേട്ടം. അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ കപ്പിത്താനാണ് ഇതിൻ്റെ, ജോസഫ് എന്നാണ് ആളെ പേര്. കുറേ വർഷമായിട്ട് ഇതിൽ വർക്ക് ചെയ്യാണ്. ഡ്രൈവർ അടിയിലുണ്ട്. മൂപ്പര് പണിക്കന്നെയാണ്, മുതലാളിയൊന്നുമല്ല, ഒരു ഹെൽപ്പറായിട്ടുള്ള കുറേ വർഷമായിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞ്. ഇതാണ് നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിൽ. ഇപ്പോൾ സ്ട്രൈറ്റായിട്ട് കാണുന്നതാണ് വെള്ളാർപ്പാടം കണ്ടെയ്നർ. അവിടെ ഒരു കപ്പലുണ്ട്, നല്ല ഒരു 1.5 കപ്പലാണ് എൻ്റെ ഭാഷ പറഞ്ഞാൽ. അതിൻ്റെ എത്രത്തോളം നീളമുണ്ട് എന്നുള്ളത് നോക്കി അറിയാം. ഇപ്പം നമ്മൾ ആ കാണുന്ന കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 feet 40 feet കണ്ടെയ്നർ ഇല്ലേ. ഇപ്പം നമ്മൾ ഗുഡ്സ് ട്രെയിനൊക്കെ പോകുമ്പോൾ കാണുന്ന ആ സാധനം, അതാണ് അട്ടിക്കിട്ടുള്ളത്. അത്രക്കും ഞങ്ങൾ കുറച്ച് വിട്ടുകൂടിയാണ് പോണത്. അപ്പോൾ 20 feet 40 feet ചരക്കുകൾ, അത് ആണ് ആ സാധനത്തിൽ ഫുള്ളുള്ളത്. അപ്പോൾ ആ കപ്പലിൻ്റെ സൈസ് എത്ര ഉണ്ടാവും? അത്യാവശ്യം വലിയ ക്രെയിനുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുകളിലൂടെ ഇങ്ങോട്ട് വന്നിട്ട് നിൽക്കുന്നത്. വലിയത് തന്നെ കേട്ടോ, ചെറുതൊന്നുമല്ല. ഒരു നീളമുണ്ട്. ഞങ്ങളപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നീളം ഓടിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട്. അത്യാവശ്യം സ്പീഡുണ്ട് നമ്മളെ ബോട്ടിന്. അപ്പോൾ അത്ര സൈസ് ഉണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. അതിപ്പോൾ മൂവ് ആവണില്ല, നിർത്തിയിട്ട കപ്പലാണത്, ചരക്ക് കപ്പൽ. ഇതാണ് നമ്മൾ കുറേ കാലമായിട്ട് വെള്ളാർപ്പാടം തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാത്തു നിന്നിരുന്ന ഒരു ടെർമിനലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അല്ലെ, അത് എടുത്തു പോയിട്ടൊന്ന് കണ്ടു. ഇനി നേരെ നമ്മൾ കാണുന്നത് അറബിക്കടലാണ്. ഇപ്പം ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇവിടുന്ന് നേരിട്ട് അറബിക്കടലിലേക്ക് ഈ റൂട്ടിൽ തന്നെയാണ് നമ്മൾ ആ കപ്പൽ പോകൽ, സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കാറ്റൊക്കെ കൊണ്ട് മക്കളൊക്കെ, ഇപ്പോൾ ഞങ്ങൾ ഏകദേശം കപ്പലിനെ മറികടന്നു. കപ്പൽ അവിടെ നിന്ന് എടുക്കാനുള്ളൊരു പദ്ധതി ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു ഓരം ഇത് മുഴക്കുന്നുണ്ട്. പോകാൻ നേരത്തുണ്ടല്ലോ നമ്മളെ ട്രെയിന് ഹോർണടിക്കണം അതുപോലെ. അപ്പോൾ പോകാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ തിരിയാണ്. ഇനി ഞങ്ങൾ അതിൻ്റെ അടുത്ത് കൂടെ പോകണില്ല. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയി. ഞങ്ങൾ റിവേഴ്സ് തിരിക്കുകയാണ്. ഇതേ സ്ഥലത്ത് കൂടെ നമുക്ക് വാട്ടർ മെട്രോ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ 3ാമത്തെ ആൾ, നമ്മളെ രാജാവ്. ഓപ്പം എന്നോട് പറഞ്ഞത് ക്യാമറ ഓന് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ ബോട്ട് മറിച്ചിടുന്ന് പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ ഓന് നീന്തൊക്കെ വെച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് നീന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബോട്ട് മറിച്ചിടാൻ തയ്യാറാന്നാണ് പറഞ്ഞത്. അതാണ് ഓൻ്റെ അവസ്ഥ. ഇങ്ങനത്തെ ഇതിലൊക്കെ പോകുമ്പോൾ അവരെ ഇവനൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനാണ് പണി, അല്ലാതെ വേറെയുള്ളൊന്നുമില്ല. കാരണം ഫുള്ള് ഓപ്പണാണ്. ആണ്ട കൊണ്ട ചാടിയ വെള്ളത്തിൽ പോയി.
നമ്മൾ പിന്നാലെ ചാടിയാലും പോരാത്. ഭയങ്കര റിസ്ക്കുള്ളൊരു ഏർപ്പാടാണ്. ഓനെ എല്ലാം പറഞ്ഞ് സോപ്പിട്ടിട്ട് വേണം നിർത്താൻ. ഓനോട് കുറച്ച് വിശേഷം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണ്. കുറച്ച് പോക്കിരിയാണ് ആൾ. ബാക്കിയുള്ളവരൊക്കെ സൈലൻ്റ് ആയിട്ട് അതവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ ഏകദേശം 12 മണി, 1 മണിക്കൂറല്ലേ ഉള്ളൂ. 11:45 ആയി തുടങ്ങി. പക്ഷേ നല്ല സുഖമുള്ള തണുത്ത കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ ബോട്ട് യാത്ര കഴിഞ്ഞു. ഞങ്ങൾ ഇതവിടെ ഇറങ്ങി വരുന്നു. ഞാൻ എൻ്റെ ചെറിയ കുട്ടീനെ എടുത്ത്. ഇവിടെയൊക്കെ നല്ല പായലുകൾ പൊന്തി നിൽക്കുന്നുണ്ട്. ഇനി ഞങ്ങളിവിടെ 12 മണിക്കൂടെ ഇറക്കിയത് കാരണം തന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണ മുമ്പ് ഇവിടെ ചെറിയ ബിൽക്ക് പാർക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മളെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള, കൊച്ചിയിലെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ, ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ള അവിടെ പാർക്കിൽ സൈക്കിള് 20 ഉറുപ്പിക കൊടുത്താൽ 15 മിനിറ്റ് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടാം, ഒന്ന് ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാച്ചിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. സൈക്കിളാണെങ്കിൽ ഇവൻ ചവിട്ടി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ സൈക്കിള് അവർക്ക് കൊടുക്കണില്ല. ഓൻ ചവിട്ടി പോവാണ്. ലാസ്റ്റ് 2-3 പ്രാവശ്യം സൈക്കിൾ മാറ്റിയിരിക്കണ്. അത് നീങ്ങണില്ല, മുന്നോട്ട് പോകണില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ അവൻ തരൂല, നിങ്ങൾ വല്ല പോയിട്ട് വാങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ കൊടുത്ത്. അവർ രണ്ടാളും ഈ കോയിലിൽ കൂടെ, ഈ സമയത്ത് ആളില്ല, നട്ടുച്ച സമയമല്ലേ. ഒന്നാമത് ഇപ്പോൾ ഈ നേരത്ത് വൈകുന്നേരം 4 മണിക്ക് ശേഷമാണെങ്കിൽ പിന്നെ വെയിൽ പോവുകയും ചെയ്യും, ഇവർക്ക് നല്ല കളിക്കും ചെയ്യാം. നമ്മളെ ചെറിയ ആൾക്കൊരു തൊട്ടിൽ കിട്ടിയിട്ട് അവിടെ, ഇത് ഗംഭീര പരിപാടിയാണ്. നല്ലൊരു തൊട്ടിൽ, കുഞ്ഞ കുട്ടി കാട, എവിടേക്കും വീഴില്ല, ഒന്നും സംഭവിക്കില്ല. ഇത് സംഭവമാണ് ചെറിയ കുട്ടികൾക്ക് വീട്ടിലേക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് സാധനം. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം.